ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഞാനും ചേട്ടനും കൂടെ കുറച്ച് സാധനങ്ങൾ വീട്ടിലിങ്ങനെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ പാലിയുടെ അമ്മൂസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് കേട്ടാൽ ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരണത്. ചേട്ടൻ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങി മേടിക്കാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വാങ്ങിക്കാൻ മടിച്ചിട്ട് ഞാൻ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മുകളിലൊരു കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഓഫറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്നെ കൂടെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ സാധനം കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ, പേസ്റ്റ്, പിന്നെന്താ ഉപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എല്ലാം ഇങ്ങനെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഇതാ ഇങ്ങനെ ഓരോന്ന് തപ്പി തടഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നോക്കിയാൽ അത്യാവശ്യം ഈ ഉപ്പ് ഞാനിത് ലാസ്റ്റാണ് കേട്ടോ വന്നെടുക്കണം. പിന്നെ ഇത് ഇടയ്ക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ലാസ്റ്റ് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഉപ്പ് വാങ്ങണമല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ കടല, പയറ്, പിന്നെന്താ പുളി, ഇങ്ങനെയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ്. അപ്പോൾ പിന്നെ എനിക്ക് അതാണ് എളുപ്പം, എൻ്റെ വീടിൻ്റെ മേളിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മേടിക്കുന്നത്. പിന്നെ ഇപ്പോൾ ചേട്ടൻ കൂടെ വന്നതുകൊണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ചേട്ടൻ നിർബന്ധിച്ചതുകൊണ്ട് അങ്ങനെ ഇറങ്ങി വാങ്ങുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇങ്ങനെ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങുന്നതാണ് കുറച്ചുകൂടെ ലാഭം കേട്ടോ. പിന്നെ തീരുമ്പോൾ സാധനങ്ങൾ പിന്നെ പോയി മേടിച്ചാൽ മതിയല്ലോ. അല്ല, ഒരു മാസത്തെ സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങുന്നതാണ് കുറച്ചുകൂടെ ലാഭം. പക്ഷേ എനിക്ക് എന്തുകൊണ്ടും കുറച്ച് എന്തായാലും സാധാരണ വാങ്ങിക്കുന്നതിനേക്കാളും ഇവിടെ നിന്നൊരു എന്തായാലും ഒരു 300-350 രൂപ ലാഭം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് സാധനങ്ങൾ എടുത്തപ്പോഴേ അങ്ങനെ ലാഭം വന്നിട്ടുണ്ട്. പിന്നെ റവ, ഉപ്പുമാവുണ്ടല്ലോ അത്, പിന്നെ അരിപ്പൊടി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ പച്ചരി, അതൊക്കെ നമുക്ക് നേരത്തെ കാണുമല്ലോ, സ്റ്റോക്ക് അതൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, മറ്റേ റവ, അരിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കും. പിന്നെ ഇതിപ്പോൾ നോക്കുന്നത് പൊന്നുവിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറാണ് കേട്ടോ. അവൾക്ക് ഈ സ്റ്റാർ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നില്ലേ ബുക്കിൽ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്ത് നമ്മൾ വാങ്ങിക്കാൻ പോയാലും അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കും. കാരണം ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ പോകുമ്പോണ്ടല്ലോ ഈ സഞ്ചിയായിരിക്കും ആദ്യം നോക്കുന്നത്. അതിനകത്ത് അവൾക്ക് എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ആദ്യം നോക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവളുടെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനെയാണ്, നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് ഹാൻഡ് റൈറ്റിങ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റാറൊക്കെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ എപ്പോഴും ഈ സ്റ്റാറിന് വേണ്ടിയിട്ട് അവൾ എപ്പോഴും നമ്മളെവിടെയെങ്കിലും പോകണമെങ്കിൽ അത് വാങ്ങിച്ചിട്ട് വരണേന്ന് പറയും. തീരുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പറയും. അതാണ് കേട്ടോ സാധനം. അതങ്ങനെ വാങ്ങിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സാധാരണ മേടിക്കുന്നതിനേക്കാളും എന്തായാലും ഒരു 200-250 രൂപ എന്തായാലും അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 300 രൂപയ്ക്ക് അടുപ്പിച്ച് എന്തായാലും കുറവാണ് സാധനം മേടിച്ചപ്പോൾ. പിന്നെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ ചേട്ടന് വണ്ടിയുടെ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ അത്യാവശ്യം നാളെ പുതിയൊരു വർക്ക് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഇന്ന് രാത്രി തന്നെ പോകണമെന്ന് പറഞ്ഞു. ഇന്നലെ അപ്പോൾ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്താണെന്നറിയാമോ, പിന്നെ അതിൽ സാധനം മേടിച്ചപ്പോൾ ചപ്പാത്തിയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ, പരത്തി വെച്ചിരിക്കുന്നില്ല, ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം മാവ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ദോശമാവ്. അപ്പോൾ എല്ലാവർക്കും തികയത്തില്ല. അപ്പോൾ എന്തായാലും ചേട്ടന് ആ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി. അപ്പോൾ അത് ചുട്ട് ഉള്ളിക്കറിയും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തി അത് ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഞാൻ എപ്പോഴെങ്കിലും അത് നമുക്കിപ്പോൾ മാവ് എന്തെങ്കിലും ഇതുപോലെ കുറവായി പോയാലോ അങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാങ്ങിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ അത് പക്ഷേ ഉപകാരപ്പെട്ടു. അതുള്ളതുകൊണ്ട് പെട്ടെന്ന് രാത്രിത്തെ കാര്യം നടന്നു എന്നാണ്. അപ്പോൾ ചേട്ടന് 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും 11 മണിയാകുമ്പോൾ തമ്പാനൂരിൽ നിന്നാണ് ബസ്. അപ്പോൾ അതിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഇപ്പം തന്നെ 7:30 മണിയായി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാൻ എന്താണെന്നറിയാമോ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളി. അപ്പോൾ പിന്നെ വിചാരിച്ചു കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നു,
അത് വാങ്ങിച്ച സാധനങ്ങളുടെ കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാടമുട്ട ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അച്ഛന് കഴിക്കത്തില്ല, ഇവിടെ ചേട്ടനും പൊന്നൂനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാടമുട്ട. അതിങ്ങനെ ഒരു പാക്കറ്റിൽ ഒരു 10 കാണും, 8-10 കാണും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ അങ്ങ് ഇരുന്ന് കഴിച്ചോളും പറക്കി പറക്കി. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇത് കറിയുടെ കൂടെ അല്ലാന്നുണ്ടെങ്കിലും വെറുതെ ഇങ്ങനെ അവിച്ച് കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് തൂറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ മുക്കി കഴിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടനും പൊന്നൂനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ ഇഷ്ടമാണ്, എന്നാലും അവർ കഴിക്കുന്നത് കാണാനാണ് നമുക്കിഷ്ടം. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവർ കഴിക്കുന്നതാണല്ലോ ഇഷ്ടം. അങ്ങനെ അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അതാ കാടാമുട്ട ഒരു സൈഡിൽ അവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡിൽ ഇതാ ഉള്ളി അരിഞ്ഞതാ വശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ വെച്ച ചോറിൻ്റെയൊക്കെ കുക്കറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് കഴുകി മാറ്റാൻ നേരിച്ചിട്ട് അതും ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പൊന്നു വന്നിട്ട് അവൾക്ക് പഠിക്കാനുള്ളതൊക്കെ എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും എനിക്ക് ഇരുത്തി പഠിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ലെങ്കിൽ അവൾ ട്യൂഷന് പോകുന്നുണ്ട്, എന്നാലും വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴത്തേനും അവൾ ഇങ്ങനെ വെപ്രാളത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അവൾ തന്നെ വന്നിട്ട് ഡൗട്ട് ചോദിച്ചോളും കേട്ടോ. അങ്ങനെ ഇതാ ഒരു സൈഡിൽ ഉള്ളി വശക്കാണ്, ഒരു സൈഡിൽ ഇതാ ചപ്പാത്തി. ഞാൻ പാനിലാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ദോശക്കല്ല്, എനിക്ക് 2 ദോശക്കല്ലുണ്ട്, എന്നാലും ഞാൻ പാനിലാകുമ്പോൾ എണ്ണ ഒഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ദോശക്കല്ല്, അത് പാനിലാണ് എളുപ്പവും പെട്ടെന്ന് ചുട്ടെടുക്കാം. പക്ഷേ ടേസ്റ്റ് നമ്മുടെ ദോശക്കല്ലിൻ്റെ അത്രയൊന്നും, ദോശക്കല്ലിൽ ചുടുന്ന ദോശയുടെ അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ പാനിൽ ചുട്ടെടുക്കുമ്പോൾ, അത് സത്യമാണ്. പിന്നെ നമ്മുടെ രാവിലെ ജോലിക്ക് വേണ്ട വെപ്രാളത്തിനൊക്കെ കരുതിയിട്ട് പിന്നെ പാനിൽ ചുട്ടെടുക്കുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലതും ആരോഗ്യത്തിന് നല്ലതും പിന്നെ എന്താണ് ടേസ്റ്റും എല്ലാം ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ല ഞാൻ ഇപ്പോൾ ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നത്, പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മറ്റേതിൽ ദോശ ചുടാലോ എന്ന് വെച്ചിട്ട് ദോശ പരത്തി ഒഴിച്ചപ്പോഴുണ്ട് ദോശ ഇളവുന്നില്ല. കാരണം ഒരുപാട് നാളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ദോശക്കല്ല്. പിന്നെ കഴുകി തേച്ച് എടുത്ത് പാമോയിൽ തടവിയൊക്കെ നോക്കിയിട്ടും ഉള്ളിയൊക്കെ തടവി നോക്കിയിട്ട് അത് ഭയങ്കര പാടായിരുന്നു ഇളവാൻ വേണ്ടിയിട്ട്. പിന്നെ മുട്ടയൊക്കെ പൊട്ടിച്ച് അതൊക്കെ ചെയ്തൊക്കെ നോക്കി, എന്നിട്ട് ഒരു ആദ്യത്തെ 2-3 ഇത്തിരി ഇളവാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ ഇത്തിരി പാടായിരുന്നെങ്കിലും പിന്നെ ഇളകി വന്നു. പിന്നെ ചേട്ടന് ചപ്പാത്തി ഉള്ളതുകൊണ്ട് ചേട്ടനും പൊന്നിനും അതും മതി. കാരണം ഞാൻ ഇവിടെ വീട്ടിൽ മിക്കവാറും ദിവസവും ദോശയും ഇഡ്ഡലി, എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, ദോശ ഇഡ്ഡലി തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്നത്. ദോശ ഇഡ്ഡലി അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ കുറവായിട്ടാണ് ഈ ചപ്പാത്തിയും പൂരിയും പിന്നെ എന്താ ഇടിയപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പെട്ടെന്ന് ഇങ്ങനെ ചപ്പാത്തിയോ പൂരിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ പൊന്നിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗോതമ്പിൽ ആഹാരമാണ് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടം, പിന്നെ പ്രത്യേകിച്ച് ചപ്പാത്തി പൂരി ഇങ്ങനെയൊക്കെ. പിന്നെ എന്താ അങ്ങനെ കുഴക്കട്ടാതൊന്നും അത്ര ഇഷ്ടമല്ല, പുട്ടും അത്ര ഇഷ്ടമല്ല, ചപ്പാത്തി പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ ചപ്പാത്തിയും കാടമുട്ട റോസ്റ്റായിട്ടാണ് എടുത്തത്. പിന്നെന്താ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛനും ചേട്ടനും കഴിച്ചു. പിന്നെ ഞാൻ എന്താ പൊന്നിനിങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വാങ്ങിച്ച മുളക് പൊടിയാണെങ്കിൽ ഭയങ്കര എരിവാണ്. അത് 2 ഐറ്റം മുളക് ചേരുമ്പോഴാണ് ഇത്ര എരിവ്. കാശ്മീരിയും പിരിയൻ മുളക് എന്നൊക്കെ പറയും, 2 ഐറ്റം മുളക് ചേർന്നാൽ അത് ഭയങ്കര എരിവാണിപ്പോൾ. ഞാൻ 2 സ്പൂൺ മുളകാണ് ഇട്ടത്, അത് പക്ഷേ കൂടുതലായിപ്പോയി. 1 സ്പൂൺ മതിയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് എരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വായിൽ ചെറുതോ വീണ്ടും എന്നിട്ട് ദേഷ്യം കാണിച്ചിട്ട് ഇരിക്കാനായിട്ടോ പൊന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മളിതാ കാപ്പിയെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ അകമൊക്കെ ഒന്ന് പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അകമല്ല, ഗ്യാസിൻ്റെ പുറത്തും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെയുള്ള ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം അങ്ങോട്ട് എടുത്ത് മാറ്റി എല്ലാം ഒന്ന് തുടച്ചെടുത്ത് എല്ലാ സൈഡും തുടച്ചെടുത്തതിന് ശേഷം പിന്നെ പാത്രം കഴുകി ഒന്ന് തൂത്തിറക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ തേച്ച് മഴക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ ഇങ്ങനെയൊക്കെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് പോകാനും ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂനും ഹോംവർക്കൊക്കെ എഴുതി അവർക്ക് പിറ്റേ ദിവസത്തതൊക്കെ ഒന്ന് ചെയ്തൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചേട്ടൻ പോയതിന് ശേഷം അതൊന്ന് അവൾ എഴുതിയ ഹോംവർക്കൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ വെപ്രാളം വരുമ്പോൾ നമുക്ക് എന്താണ് ഒന്നും പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രീനിലോട്ട് ഇങ്ങനെ നോക്കുന്നത് എന്താണെന്നറിയാമോ, ഇന്നലെയാണ് ചേട്ടൻ പോയത്. അപ്പോൾ ഇന്നലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഞാനപ്പോൾ ലൈറ്റും ഒരു പുതിയ ട്രൈപോഡൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ സ്ക്രീനിൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഇതിലോട്ട് ഇങ്ങനെ ചാരിയൊക്കെ വെച്ചിട്ടാണ് ഇത്രയും നാൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ചേട്ടൻ എനിക്ക് ട്രൈപോഡും ഒരു
ലൈറ്റൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് ചേട്ടൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി അതിങ്ങനെ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഇത് ലൈറ്റൊക്കെ വെച്ച് എടുത്തപ്പോൾ കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ, നേരത്തേനൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ച് നാളായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ പിന്നെന്താണ്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. പിന്നെന്താ, പാത്രങ്ങളൊക്കെ കഴുകി എല്ലായിടവും തുടച്ചിട്ടിട്ട് പിന്നെ ഞാനൊന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി, ചേട്ടനും ഒന്ന് റെഡിയായി ഇറങ്ങി. പിന്നെ എന്താ പൊന്നൂന് ഞാനിപ്പോൾ ഇത് പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഡാൻസിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു ചേട്ടൻ പോകുന്നതിന് മുമ്പായിട്ട്. ചേട്ടൻ അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കാനായിട്ട് അത്ര ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്നെ വിഷമപ്പെടുത്തണ്ടല്ലോ, ഇപ്പോൾ പോകാനും കൂടെ നിൽക്കുകയില്ലേ, അപ്പോൾ പിന്നെ ഇറങ്ങാൻ നേരത്തിന് അവളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചേട്ടൻ എൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചേ. അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണുക കേട്ടോ. അങ്ങനത്തെ ചേട്ടൻ ഇറങ്ങുകയാണ്. പൊന്നിന് ഭയങ്കര വിഷമമാണ്. അച്ഛൻ പോകുമ്പോൾ പിന്നെ പിറ്റേ ദിവസം അച്ഛൻ ഇന്ന് പോകണം നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ്. അവളെ വിഷമപ്പെടുത്താണ്ട് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. അവൾക്കങ്ങനെ ഇഷ്ടമല്ല അച്ഛൻ ഇങ്ങനെ ദൂരെ വർക്കിന് പോകണതും. ഇപ്പോൾ ഇതാ പോകുന്നത് എറണാകുളത്താണ്, പോകുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ എറണാകുളത്തൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്, അച്ഛൻ നാളെ വരുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആശ്വാസത്തിലിരിക്കണം. എന്നാലും അവൾക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ബാഗ് അതുകൊണ്ട് അങ്ങ് ദൂരെ എവിടെ ബാഗ് വെച്ചിട്ട് റോഡിലോട്ട് റോഡിലോട്ട് അങ്ങ് നീക്കി വെച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ചേട്ടൻ. അപ്പോൾ അച്ഛൻ കൊണ്ടുവിട്ടിട്ട് പിന്നെ അച്ഛൻ തിരിച്ച് ആ വണ്ടിയിൽ ഇങ്ങ് വരും കേട്ടോ. നെയ്യാറ്റിൻകരയാണ് കൊണ്ടുവിടുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ബസ്സിൽ നേരെ തമ്പാനൂർ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്നാണ് അവർക്ക്. ഓക്കെ ഗീസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ, സീ യു.